സന്ധി എന്താണെന്ന് നമുക്ക് പഠിക്കാം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സന്ധി. സന്ധി എന്നാൽ എന്താണ്? ചേർച്ച എന്നാണ് അർത്ഥം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റത്തെയാണ് നമുക്ക് സന്ധി എന്ന് പറയാൻ കഴിയുക. സന്ധി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വർണ്ണമാറ്റമാണ് സന്ധി ഉണ്ടാകാൻ കാരണം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സന്ധി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വർണ്ണം എന്താണെന്ന് അറിയണ്ടേ? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്നത് എന്താണ്? ഒരു അക്ഷരമാണ്. വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നാണ് അക്ഷരമുണ്ടാകുന്നത്. വർണ്ണം എന്നാൽ എന്താണ്? ഭാഷയിലെ ഏറ്റവും അടിസ്ഥാനപരമായ, ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകമാണ്. ഈ വർണ്ണത്തെ നമുക്ക് വീണ്ടും പിരിക്കാൻ സാധിക്കുകയില്ല. അക്ഷരങ്ങളെ നമുക്ക് പിരിക്കാൻ പറ്റും, പക്ഷേ വർണ്ണത്തെ നമുക്ക് വീണ്ടും പിരിക്കാൻ പറ്റത്തില്ല. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? അക്ഷരമുണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ക എന്ന് പറയുന്ന അക്ഷരം. ക എന്ന് പറയുന്ന അക്ഷരം പിരിക്കുമ്പോൾ ക എന്ന ഒരു വർണ്ണവും ആ എന്ന് പറയുന്ന ഒരു വർണ്ണവും കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ടാണ് ക എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ടായിരിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് വർണ്ണം എന്ന് നമുക്ക് നോക്കാം. വ്യഞ്ജനങ്ങളിൽ ചന്ദ്രക്കല ഇട്ട് വരുന്ന എല്ലാ വ്യഞ്ജനങ്ങളും വർണ്ണമാണ്. പിന്നെ സ്വരാക്ഷരങ്ങൾ വർണ്ണമാണ്, ചില്ലക്ഷരങ്ങൾ വർണ്ണമാണ്, അനുസ്വാരം വർണ്ണമാണ്. ഇവയൊക്കെയാണ് വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനങ്ങളും സ്വരാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും അനുസ്വാരവും ഒക്കെ വർണ്ണമാണ്. ഇനി സന്ധിയെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. 4 തരത്തിലുള്ള സന്ധിയുണ്ട്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വികാരമാണ്, വർണ്ണമാറ്റമാണ് സന്ധി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് 4 തരത്തിൽ സംഭവിക്കാം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതെയാകാം, ഒരു വർണ്ണം പുതിയതായിട്ട് ആഗമിക്കാം, ഒരു വർണ്ണം ഇരട്ടിക്കാം, ഒരു വർണ്ണം പോയിട്ട് ആ സ്ഥാനത്ത് വേറൊരു വർണ്ണം വരാം. അങ്ങനെ 4 തരത്തിലുള്ള സന്ധിയുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് സന്ധി എന്ന് നോക്കാം. 1 ലോപസന്ധി, 2 ആഗമസന്ധി, 3 ദ്വിത്വസന്ധി, 4 ആദേശസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നിട്ട് ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതാണ് ലോപസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതിയതായിട്ട് വന്നു ചേരുന്നതാണ് ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് ആ സ്ഥാനത്ത് വേറൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. ഇങ്ങനെ 4 തരത്തിലുള്ള സന്ധികൾ 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ലോപസന്ധി ആദ്യം നമുക്ക് പഠിക്കാം. ലോപസന്ധി എന്താണെന്ന് നമുക്ക് പഠിക്കാം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതാണ് അഥവാ ഇല്ലാതെയാകുന്നതാണ് ലോപസന്ധി. അത് അധികം അല്ല, അതല്ല. കാറ്റ് അധികം അടിക്കുന്നു, കാറ്റടിക്കുന്നു. തണുപ്പ് അധികം ഇല്ല, തണുപ്പില്ല തുടങ്ങിയവയാണ് ഉദാഹരണങ്ങൾ. അത് അധികം അല്ല എന്നിടത്ത് അത് എന്നതിൻ്റെ അവസാനമുള്ള സമ്പ്രദായകാരം ആ എന്ന് പറയുന്ന സ്വരാക്ഷരവുമായിട്ട് അതല്ലെങ്കിൽ വർണ്ണവുമായിട്ട് ചേർന്നിട്ട് അത് എന്ന സമ്പ്രദായകാരം എന്ന് പറയുന്ന സമ്പ്രദായകാരം ലോപിച്ചു പോകുന്നു. തണുപ്പ് എന്നിടത്ത് അതുപോലെ തന്നെ സമ്പ്രദായകാരം ഈ എന്ന് പറയുന്ന സ്വരാക്ഷരവുമായി ചേർന്നിട്ട് ലോപിച്ചു പോകുന്നു. കാറ്റ് എന്നിടത്തെ സമ്പ്രദായകാരം അതായത് എന്ന് പറയുന്ന അക്ഷരം ആ എന്ന് പറയുന്ന സ്വരാക്ഷരവുമായി ചേർന്ന് ലോപിച്ചു പോകുന്നു. ഏതെങ്കിലും ഒരു സ്വരം പരമായി വന്നാൽ അതിന് മുമ്പുള്ള സമ്പ്രദായകാരം ലോപിക്കും. വ്യഞ്ജനങ്ങളുടെ സ്പഷ്ടോച്ചാരണത്തിന് വേണ്ടിയാണ് സമ്പ്രദായകാരം ഉപയോഗിക്കുന്നത്. എന്നാൽ സ്വരം പരമായി വരുന്നിടത്ത് സമ്പ്രദായകാരത്തിൻ്റെ ആവശ്യമില്ല, സമ്പ്രദായകാരം ലോപിച്ചു പോകുന്നു. അടുത്ത ഒരു ഉദാഹരണം നോക്കാം. വാര് അധികം ഉറ്റ ചേർത്തെഴുതുമ്പോൾ വാരുറ്റ എന്നാകുന്നു. വാര് എന്ന പൂർവ്വപദത്തിൻ്റെ അവസാനമുള്ള സമ്പ്രദായകാരം എന്ന് പറയുന്ന സമ്പ്രദായകാരം ഉ എന്ന് പറയുന്ന സ്വരാക്ഷരവുമായി ചേർന്നിട്ട് സമ്പ്രദായകാരം ലോപിച്ചുപോയി. അവിടെ ഊ മാത്രം ശേഷിക്കുന്നു. അങ്ങനെ വാരുറ്റ എന്ന വാക്ക് ഉണ്ടാകുന്നു. ലോപസന്ധി കണ്ടുപിടിക്കുന്നതിനുള്ള ചില മാർഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഒന്നാമത്തെ മാർഗം, പിരിച്ചെഴുതുമ്പോൾ ഉത്തരപദത്തിൻ്റെ ആദ്യത്തെ വർണ്ണം സ്വരമായാൽ പൂർവപദത്തിൻ്റെ അന്ത്യത്തിലുള്ള സമൃദ്ധോകാരം ലോപിക്കും. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അത്, അധികം, ഇല്ല, അതില്ല എന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അവിടെ ലോപിച്ചു പോകുന്നത് എന്താണ്? സമൃദ്ധോകാരമാണ് ലോപിച്ചു പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ, സമൃദ്ധോകാരത്തിൽ അവസാനിക്കുന്ന പദവും സ്വരത്തിൽ ആരംഭിക്കുന്ന പദവും തമ്മിൽ സന്ധി ചെയ്യുമ്പോൾ സമൃദ്ധോകാരം ലോപിച്ചു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ മാർഗം, ആയി, പോയി എന്നിവ പൂർവപദമായിട്ട് വരികയും ഉത്തരപദത്തിൻ്റെ ആദിയിൽ സ്വരം വരികയും ചെയ്താൽ ആയി, പോയി എന്നിവയിലെ ഇകാരം ലോപിച്ചു പോകും. ഉദാഹരണം, ആയി അധികം എന്ന് ചേർത്തെഴുതുമ്പോൾ ആയെന്ന്, പോയി അധികം ഇല്ല ചേർത്തെഴുതുമ്പോൾ പോയില്ല, ആയി അധികം ഇല്ല ആയില്ല, ആയി അധികം എങ്കിൽ ആയെങ്കിൽ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് മൂന്നാമത്തത്, നടുവിനേച്ചതിന് ശേഷം സ്വരം വന്നാലും നടുവിനേച്ചത്തിൻ്റെ ഒടുവിലുള്ള അകാരം ലോപിച്ചു പോകും. നടുവിനേച്ചം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്നറിയില്ല. അത് വിനേച്ചത്തെക്കുറിച്ചൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. വരിക അധികം എടോ എന്ന് വന്നാൽ വരികെടോ എന്ന് ആകുന്നു. പോക അധികം അവിടെ പോകവിടെ, അറിക അധികം ഇത് അറികിത്, ചെയ്യുക അധികം എന്ന് ചെയ്തെന്ന്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പൂർവപദത്തിൻ്റെ അന്ത്യത്തിലുള്ള അകാരം ലോപിച്ചു പോകുന്നു. അടുത്തത്, പേരച്ചങ്ങളുടെ അവസാനമുള്ള അകാരം സ്വരം പരമായി വന്നാൽ ഇതുപോലെ തന്നെ ലോപിച്ചു പോകും. പച്ച അധികം ഇല ചേർത്തെഴുതുമ്പോൾ പച്ചില. അടുത്തത്, ഒരു പൂർണ്ണക്രിയയിൽ അവസാനിക്കുന്ന ഒരു പദം പൂർവപദവും ഉത്തരപദത്തിൽ സ്വരം വരികയും ചെയ്താൽ സന്ധി ചെയ്യുമ്പോൾ പൂർണ്ണക്രിയയുടെ അവസാനമുള്ള ഉകാരം ലോപിക്കും. വന്നു, കണ്ടു തുടങ്ങിയവയൊക്കെ പൂർണ്ണക്രിയകളാണല്ലോ. വന്നു അധികം എങ്കിൽ വന്നെങ്കിൽ, കണ്ടു അധികം എങ്കിൽ കണ്ടെങ്കിൽ, ഇങ്ങനെ വരുന്നത്. അനുസ്വാരത്തിന് ശേഷം വ്യഞ്ജനം വരികയാണെങ്കിൽ അനുസ്വാരം ലോപിച്ചു പോകുന്നത് കാണാം. ഉദാഹരണം, മുഖം അധികം കമലം മുഖകമലം, സ്വർണം അധികം വള സ്വർണവള, വനം അധികം സമീപം വനസമീപം, പഴം അധികം നുറുക്ക് പഴനുറുക്ക്, പട്ടണം അധികം വഴി പട്ടണവഴി തുടങ്ങിയവയാണ് ഉദാഹരണങ്ങൾ. യ, ര, ല, വ, ള, ഴ, റ, ന എന്നിവയ്ക്ക് പരമായി വ്യഞ്ജനാക്ഷരം വന്നാലും ഈ അക്ഷരങ്ങൾ, ഈ മധ്യമങ്ങൾ, ഈ യ, ര, ല, വ, ള, ഴ, റ, ന എന്നിവ മധ്യമങ്ങളാണ്. ഈ മധ്യമങ്ങൾക്ക് പരമായി സ്വരം വന്നാൽ, വ്യഞ്ജനാക്ഷരങ്ങൾ വന്നാൽ ഈ മധ്യമങ്ങൾ ലോപിച്ചു പോകുന്നു. ഉദാഹരണം, ചാവ് അധികം പിള്ള ചാപിള്ള, പൂവ് അധികം മെയ് പൂമെയ്, തീയ് അധികം ജ്വാല തീജ്വാല, തായ് അധികം വഴി താവഴി, രാവ് അധികം പനി രാപ്പനി. അട്ടെ, ആതെ, ഉടെ, ഊടെ തുടങ്ങിയ പദങ്ങളുടെ അന്ത്യത്തിലുള്ള സ്വരാക്ഷരം മറ്റൊരു സ്വരാക്ഷരം പരമായി വരുമ്പോൾ ലോപിക്കും. ഉദാഹരണം, പോട്ടെ അധികം അവൾ പോട്ടവൾ, വരാതെ അധികം ഇരുന്നു വരാതിരുന്നു തുടങ്ങിയവ. ഇനി നമുക്ക് ലോപസന്ധിക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. വന്ന് അധികം ഇല്ല വന്നില്ല, വന്ന് എന്നതിലെ സമൃദ്ധോകാരം ലോപിച്ചു പോയിരിക്കുന്നു. ചെയ്തു അധികം ഇല്ല ചെയ്തില്ല, ചെയ്തു എന്നതിലെ ഉകാരം ലോപിച്ചു പോയിരിക്കുന്നു. ചെയ് അധികം ഉന്നു ചെയ്യുന്നു, യ എന്നിടത്തെ സമൃദ്ധോകാരം ലോപിച്ചു പോയിരിക്കുന്നു.
ഇറ്റ് അധികം ഇറ്റ്, ഇറ്റിറ്റ്. പൂർവ്വപദത്തിലെ ഇറ്റ് എന്നിടത്തെ സമൃദ്ധോകാരം ലോപിച്ചു പോയിരിക്കുന്നു. ആയി അധികം ഇല്ല, ആയില്ല. ആയി എന്നിടത്തെ ഇകാരം ലോപിച്ചു പോയിരിക്കുന്നു. നിന്ന് അധികം ഇല്ല, നിന്നില്ല. നിന്ന് എന്നിടത്ത് സമൃദ്ധോകാരം ലോപിച്ചു പോയിരിക്കുന്നു. കസവ് അധികം ഒളി, കസവൊളി. വ എന്നിടത്തെ സമൃദ്ധോകാരം ലോപിച്ചു പോയിരിക്കുന്നു. അല്ല അധികം എങ്കിൽ, അല്ലെങ്കിൽ. ഇല്ല എന്നിടത്തെ അകാരം ലോപിച്ചു പോയിരിക്കുന്നു. പച്ചില, പച്ച അധികം ഇല, പച്ച എന്നിടത്തെ അകാരം ലോപിച്ചു പോയിരിക്കുന്നു. എടുത്തെങ്കിൽ, എടുത്തു അധികം എങ്കിൽ, എടുത്തു എന്നിടത്തെ ഉകാരം ലോപിച്ചു പോയിരിക്കുന്നു. വെണ്ണകട്ടുണ്ണി, വെണ്ണകട്ട അധികം ഉണ്ണി, ട്ട എന്നിടത്തെ അകാരം ലോപിച്ചു പോയിരിക്കുന്നു. വന്നിരുന്നു, വന്ന് അധികം ഇരുന്നു, വന്ന് എന്നിടത്തെ സമൃദ്ധോകാരം ലോപിച്ചു പോയിരിക്കുന്നു. പറകെടോ, പറക അധികം എടോ, പറക എന്നിടത്തെ അകാരം ലോപിച്ചു പോയിരിക്കുന്നു. ഒരക്ഷരം, ഒരു അധികം അക്ഷരം, ഒരു എന്നിടത്തെ ഉകാരം ലോപിച്ചു പോയിരിക്കുന്നു. നാലന്തം, നാല് അധികം അന്തം, നാല് എന്നിടത്തെ സമൃദ്ധോകാരം ലോപിച്ചു പോയിരിക്കുന്നു. കീശാന്തി, കീഴ് അധികം ശാന്തി, കീഴ് എന്നിടത്തെ ഴകാരം ലോപിച്ചു പോയിരിക്കുന്നു. ലോപസന്ധി കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഒന്ന്, പൂർവ്വപദത്തിൻ്റെ അവസാനമുള്ള വർണ്ണമായിരിക്കും ലോപിച്ചു പോവുക എന്നുള്ളത് ഒന്നാമത്തത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ 3 അക്ഷരമുള്ള ഒരു വാക്ക് പിരിച്ചെഴുതുമ്പോൾ 4 അക്ഷരമുണ്ട്. അത് ചേർത്തെഴുതുമ്പോൾ 3 അക്ഷരം വരികയും പിരിച്ചെഴുതുമ്പോൾ 4 അക്ഷരം വരികയും ചെയ്താൽ അത് ലോപസന്ധി ആയിരിക്കും. അതായത് പിരിച്ചെഴുതുമ്പോൾ എത്ര അക്ഷരമുണ്ടോ അതിൽ നിന്നും ഒരക്ഷരം കുറവായിരിക്കും ചേർത്തെഴുതുമ്പോൾ. അത് ലോപസന്ധി കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. ഉദാഹരണം, പച്ച അധിക ഇല, പച്ചില. പച്ച അധിക ഇല 4 അക്ഷരം, ചേർത്തെഴുതിയപ്പോൾ പച്ചില എന്ന 3 അക്ഷരം. ഒരക്ഷരം പിരിച്ചെഴുതുമ്പോൾ ഒരു അധികം അക്ഷരം. ഒരക്ഷരം എന്ന് പറയുന്ന 4 അക്ഷരമേ ഉള്ളൂവെങ്കിൽ പിരിച്ചെഴുതുമ്പോൾ ഒരു അധികം അക്ഷരം 5 അക്ഷരം വന്നു. ഇത് ലോപസന്ധി കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്.